നമസ്കാരം. നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുനിന്നെത്തിയ മൂന്നാമത്തെ അതിഥിയായ 3 അറ്റ്ലസ് എന്ന ഇൻ്റർസ്റ്റെല്ലാർ കോമറ്റിനെ അടുത്തറിയാനുള്ള ശാസ്ത്രലോകത്തിൻ്റെ ആകാംക്ഷയും അതിനായുള്ള നൂതനമായ പദ്ധതികളുമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്. 2025 ജൂലൈ 1 ഈ വിചിത്ര വസ്തുവിനെ കണ്ടെത്തുമ്പോഴേക്കും ഭൂമിയിൽ നിന്ന് നേരിട്ടുള്ള ഒരു വിക്ഷേപണത്തിലൂടെ അതിനെ പിന്തുടരുവാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരുന്നു. ഇതിനാൽ തന്നെ ഇത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ എങ്ങനെ പിടികൂടാം എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു ഗവേഷകർ. ഇനിഷ്യേറ്റീവ് ഫോർ ഇൻ്റർസ്റ്റെല്ലർ സ്റ്റഡീസ് എന്ന സംഘടനയിലെ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ പഠനമനുസരിച്ച് 2035 വിക്ഷേപിച്ച് 50 വർഷത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം 2085 ഈ ധൂമകേതുവിനെ സന്ദർശിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന 3 അറ്റ്ലസിനെ പിടികൂടുവാൻ സാധാരണ റോക്കറ്റ് സാങ്കേതികവിദ്യ മാത്രം പോരാതെ വരും. നിലവിൽ ലഭ്യമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് നേരിട്ട് ഒരു പേടകം അയച്ചാൽ ഈ വസ്തുവിനെ മറികടക്കാൻ കഴിയില്ലെന്ന് ആദം ഹിബേർട്ട് എന്ന ഗവേഷകൻ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് പരിഹാരമായി അദ്ദേഹം നിർദ്ദേശിക്കുന്നത് സോളാർ ഓബർത്ത് മാനുവർ എന്ന സങ്കീർണമായ സാങ്കേതികവിദ്യയാണ്. സൂര്യൻ്റെ അതിശക്തമായ ഗുരുത്വാകർഷണ ബലത്തെ ഒരു കവണ പോലെ ഉപയോഗപ്പെടുത്തി പേടകത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന രീതിയാണിത്. പേടകം സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന പോയിന്റിൽ വെച്ച് അതിൻ്റെ എഞ്ചിനുകൾ ജ്വലിപ്പിക്കുന്നതിലൂടെ അവിശ്വസനീയമായ വേഗത കൈവരിക്കുവാനും അതുവഴി 3 അറ്റ്ലസിലേക്ക് എത്തുവാനും സാധിക്കും. ഈ ദൗത്യം വിജയകരമാകണമെങ്കിൽ 2035 വരെ കാത്തിരിക്കണമെന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. കാരണം ആ സമയത്ത് മാത്രമാണ് ഭൂമിയും വ്യാഴവും 3 അറ്റ്ലസും ഈ സോളാർ സ്ലിംഗ് ഷോട്ട് വിദ്യയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വിന്യസിക്കപ്പെടുന്നത്. വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണം കൂടി ഉപയോഗപ്പെടുത്തി പേടകത്തെ സൂര്യനിലേക്ക് കൃത്യമായി തിരിച്ചുവിടാൻ ഈ വിന്യാസം അത്യാവശ്യമാണ്. 2035 വിക്ഷേപിക്കുന്ന പേടകം ഏകദേശം 50 വർഷം എടുത്ത് 2085 ലക്ഷ്യസ്ഥാനത്ത് എത്തുക. ഇത്രയും കാലദൈർഘ്യമുള്ള ഒരു ദൗത്യം വലിയൊരു വെല്ലുവിളിയാണെങ്കിലും മറ്റ് നക്ഷത്രയൂഥങ്ങളിലേക്ക് യാത്ര ചെയ്യാതെ തന്നെ അവിടുത്തെ രഹസ്യങ്ങൾ പഠിക്കുവാൻ ലഭിക്കുന്ന അപൂർവമായ അവസരമാണിതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. 3 അറ്റ്ലസ് പോലെയുള്ള നക്ഷത്രാനന്തര വസ്തുക്കളെ പഠിക്കുന്നത് ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിലപ്പെട്ടതാണ്. മറ്റൊരു നക്ഷത്രയൂഥത്തിലെ പദാർത്ഥങ്ങൾ നമ്മുടെ വീട്ടുവാതിൽക്കൽ എത്തുമ്പോൾ അവയെ പരിശോധിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും മറ്റ് ലോകങ്ങളിലെ ജീവൻ്റെ സാധ്യതകളെക്കുറിച്ചും പുതിയ അറിവുകൾ നൽകും. നേരിട്ടുള്ള നക്ഷത്രാനന്തര യാത്രകൾക്ക് നൂറ്റാണ്ടുകൾ എടുക്കുമെന്നിരിക്കെ 60 വർഷത്തെ കാത്തിരിപ്പ് എന്നത് താരതമ്യേന കുറഞ്ഞ സമയമാണെന്ന് ഗവേഷകർ പറയുന്നു. ഒരു ലാൻഡിംഗ് ദൗത്യം സാധ്യമല്ലെങ്കിലും വേഗതയിൽ കടന്നു പോകുന്ന പേടകം വഴി ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കുന്ന ഫ്ലൈ ബൈ ദൗത്യത്തിലൂടെ ഈ അന്യഗ്രഹ അതിഥിയുടെ രഹസ്യങ്ങൾ ചുള്ളടിക്കാനാകുമെന്ന് അവർ പ്രത്യാശിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.